പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചു. ദുബായ് അൽഐൻ പാതയിൽ ഔട്ട്ലെറ്റ് മാളിലാണ് പുതിയ 97,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്നത്. UAE സാമ്പത്തിക കാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ തൂക്ക് അൽമാരിയാണ് ലുലു ഗ്രൂപ്പിന്റെ 264ാമത് ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത്. ദുബായ് അലൈൻ പാതയ്ക്കരികിൽ ഔട്ട്ലെറ്റ് മാളിന്റെ പുതിയ എക്സ്റ്റൻഷനിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ഔട്ട്ലെറ്റ് മാൾ ചെയർമാൻ നാസർ ഖംസ് അലിയമാഹി, ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ MA യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. ലുലു റമദാൻ കിറ്റും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ചു. എല്ലാ ലുലു സ്റ്റോറുകളിലും റമദാൻ കിറ്റുകൾ ലഭിക്കും. 12 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റിന് 85 ദിർഹവും 20 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റിന് 120 ദിർഹവുമാണ് വില. 97,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള പുതിയ ഹൈപ്പർ മാർക്കറ്റിൽ നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസ് വിഭാഗമായ ലുലു കണക്ട്, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ലുലു കിച്ചൺ എന്നീ വിഭാഗങ്ങളുണ്ട്. പ്രമുഖ ഷോപ്പിംഗ് കേന്ദ്രമായ ഔട്ട്ലെറ്റ് മാളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങുന്നതിൽ അഭിമാനമുണ്ടെന്ന് MA യൂസഫ് അലി പറഞ്ഞു. 300 ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് ലുലു അതിവേഗം മുന്നേറുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലുൾപ്പെടെ ലുലുവിന്റെ സാന്നിധ്യം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിലെ കസ്റ്റമേഴ്സ് എഡ്യൂക്കേറ്റഡ്, ലേണഡ് കസ്റ്റമേഴ്സാണ്. അവർ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കറിയാം എന്താണ് ഹൈപ്പർ മാർക്കറ്റ് എന്നും എന്താണ് ഷോപ്പിംഗ് മാൾ എന്നും. അപ്പോൾ ആയതുകൊണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇനിയും തുടങ്ങും. കർഷകർക്ക് കൂടി ഗുണം കിട്ടുന്ന രീതിയിലാണ് ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ലുലു സജീവമാകുന്നതെന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. CEO സൈഫി രൂപവാല, എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി, ഡയറക്ടർ MA സലീം എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, ദുബായ്.